ശനിയാഴ്ച ടാർ ചെയ്ത കുഴി അടച്ചു. വ്യാഴാഴ്ച ടാർ ഇളകി വീണ്ടും കുഴിയായി. പറഞ്ഞു വന്നത് ദേശീയപാതയിൽ വടകരയിലെ കാര്യമാണ്. കനത്ത മഴയ്ക്കിടെ വടകരയിൽ റോഡ് ടാർ ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ടാറിംഗ് കഴിഞ്ഞ 3 ദിവസമാവുമ്പോഴേക്ക് കുഴി വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ നിറയെ കുഴി രൂപപ്പെട്ട ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്നാണ് ടാർ ചെയ്ത് കുഴി അടക്കാൻ തീരുമാനമായത്. എന്നാൽ കുഴിയിലാകെ വെള്ളം കെട്ടിനിൽക്കുമ്പോൾ തന്നെയാണ് റോഡ് നിരപ്പാക്കൽ പ്രവൃത്തിയും നടന്നത്. കുഴി അടയ്ക്കുന്നതിനൊപ്പം റോഡ് റോളർ ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മഴയത്തെ കുഴിയടക്കൽ കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ചോദ്യം ഉയർന്നത്. മഴ തുടർന്നതോടെ കുഴി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇവ കൂടുതൽ വലുതാകുമെന്ന് ഉറപ്പാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളുടെ ആഴം പോലും മനസ്സിലാവില്ല. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് വലിയ ഭീഷണി ഉയർത്തുന്നത്. പരുക്ക് മാത്രമല്ല, മരണം പോലും സംഭവിക്കാൻ ഇത് കാരണമാകും. പലയിടത്തും കുഴികൾ രൂപപ്പെടുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഇത് ഒലിച്ചു പോകുന്നു. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരം കാട്ടിക്കൂട്ടലുകൾ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. റോഡുകളുടെ ശോചനീയാവസ്ഥയും ഗതാഗത കുരുക്കും പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട വടകര താലൂക്കിൽ വെള്ളിയാഴ്ച ബസ് സമരത്തിന് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.